ഒരാൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന നിലയും നിലപാടുമാണ് അവൻ്റെ വിശുദ്ധിയുടെ ആഴത്തെ അളക്കുന്നത്. അവൻ്റെ നിലയും നിലപാടും. നില തെറ്റിയാൽ നിലപാടും തെറ്റും. നിലയിൽ നിന്ന് താഴേക്ക് പോയാൽ നിലപാടുകൾക്ക് ഭംഗം വരും. അങ്ങനെ നിലയും നിലപാടും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്, അതേത് ഘട്ടത്തിലാണെങ്കിലും, ആത്മീയ ജീവിതത്തിലാണെങ്കിലും മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലാണെങ്കിലും, നമ്മുടെ നിലപാടുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും നിർണയിക്കുന്നത് എന്ന് നാം ഓർക്കണം. തൻ്റെ നിലകൊണ്ടും നിലപാടുകൊണ്ടും പരിശുദ്ധ സഭയുടെ സൗന്ദര്യത്തെ ശ്രേഷ്ഠമാക്കി മാറ്റിയ ഒരു വന്യപിതാവിൻ്റെ ധന്യമായ സ്മരണയിലാണ് നാം ഓരോരുത്തരും. തൻ്റെ ഭാസുര തേജസ്സാൽ ഈ സഭയുടെ അഭിമാനവും അന്തസ്സും വാനോളം ഉയർത്തിയ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ 92-ാം ഓർമ്മ പെരുന്നാളിൽ നാം ഇന്നായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വന്യപിതാവിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്കെന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ. ആ പിതാവിൻ്റെ പെരുന്നാളിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിക്കുവാൻ ദൈവമൊരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വട്ടശ്ശേരി തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷയുടെ പ്രസംഗത്തിൽ വലിയ ബാവ ഇങ്ങനെ പറയുന്നുണ്ട്: സഭയുടെ വലിയ മൽപ്പാനായ മോർ അപ്രീമിന്റെ ഓർമ്മ ദിവസം മലങ്കരയുടെ വലിയ മൽപ്പാൻ ദിവംഗതനായി. ക്രിസ്തുവിനു വേണ്ടി സഹതാമരണം പ്രാപിച്ച മോർ തേവോദോറോസിന്റെ ഓർമ്മ ദിനത്തിൽ ഈ സഭയുടെ വലിയ മെത്രാച്ചനും കാലം ചെയ്തു. അദ്ദേഹത്തെ സഹത എന്ന് വിളിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും വട്ടശ്ശേരി തിരുമേനിയെ വലിയ ബാവ വിശേഷിപ്പിക്കുന്നത് മൗദ്യോനോ എന്നാണ്. വലിയ ബാവ പറയുകയാണ്, അദ്ദേഹത്തെ സഹത എന്ന് വിളിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് അദ്ദേഹത്തെ മൗദ്യോനോ എന്ന് വിളിക്കുവാനായി കഴിയും. മൗദ്യോനോ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റുപറയുന്നവൻ എന്നാണ്. തൻ്റെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടി അടിയുറച്ച് നിലകൊണ്ട് അതിൽ ഏത് പീഡനത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് എൻ്റെ ദൈവവും എൻ്റെ സഭയുമാണ് വലുത് എന്ന് എപ്പോഴും തൻ്റെ ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞ ആ പിതാവ് തീർച്ചയായിട്ടും ഇന്നും മലങ്കര സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് ഓരോരുത്തർക്കും എന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗഭാഗതയത്വം നിർണ്ണയിക്കുന്നത്. നമ്മുടെ ചോയ്സസ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെയും നിർണ്ണയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ആരാണ് നമ്മളെ തെരഞ്ഞെടുത്തതെന്നും എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശമെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടുന്നതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനുമാകുന്നു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതവും നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗമെന്നും ആ നിയോഗം ഫലം കായ്ക്കുവാനും അത് ആ ഫലം നിലനിൽക്കുവാനും എന്നേക്കും ആ പിതാവിൻ്റെ ജീവിതം ഉപയുക്തമായി എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ അർത്ഥവും നിയോഗവും നഷ്ടപ്പെടുമ്പോഴാണ് ഒരുവൻ പരാജയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് കരുതുന്നത്. ഈ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ക്രിസ്തുവാണെന്നും തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം ദൈവീകരണമാണെന്നും തിരിച്ചറിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ നമുക്കെന്നും കാവലും കോട്ടയുമായിരിക്കും. ഈ സന്ധ്യയിൽ ഒരല്പസമയത്തെ വിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യമാണ്. 2 ദിനവൃത്താന്തം 7:14. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്
അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്നാണ്. ഇത് ശലോമോൻ രാജാവ് യഹോവയായ ദൈവത്തിന് ഒരു ദേവാലയം പണിതതിനു ശേഷം ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടിയായി യഹോവയായ ദൈവം നൽകുന്ന ഒരു വാക്യമാണ്. ശലോമോൻ രാജാവ് ദേവാലയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതിനു ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥന കഴിക്കുന്ന ഏവരുടെയും യാചനയെ അവിടുന്ന് കേൾക്കണമേ, അവരുടെ പ്രാർത്ഥനയെ അവിടുന്ന് നിരസിക്കരുത് എന്ന് പറഞ്ഞ് ശലോമോൻ നടത്തുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ. അതിനുശേഷമാണ് നമ്മുടെ ഈ കുറിവാക്യം അവിടെ പ്രസക്തമാകുന്നത്. മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശത്തെ അടയ്ക്കുക. മഴ പെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ ജീവിതം ദുസ്സഹമാകുന്ന അനുഭവങ്ങളാണ്. ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുക. നമുക്കുള്ള അനുഭവങ്ങൾ, നമുക്കുള്ള സമ്പത്ത് നഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, വലിയ മാരിയുടെ മഹാമാരി വരുത്തിയാൽ, സർവനാശത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയാൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടുന്നത് എന്ന് യഹോവയായ ദൈവം നമ്മോട് പറയുകയാണ്. ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിൻ്റെ നിയോഗത്തെ പറ്റി അവിടെ ഓർമ്മിപ്പിക്കുക. ഈ ധ്യാന വിഷയം പരിശോധിക്കുമ്പോൾ ഈ വാക്യം നാം കാണുമ്പോൾ നമുക്ക് 3 തരത്തിലെ വാക്യത്തെ വിഭജിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്, വി ക്യാൻ സീ ദർ ഇസ് എ ഡിക്ലേർഡ് പ്രോമിസ്. അവിടെ ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എന്നുള്ളതാണ് വാഗ്ദാനം. ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമാണ് നാം എന്നുള്ള വലിയ വാഗ്ദാനം നമുക്ക് നൽകുകയാണ്. ദൈവത്തിന്റെ നാമധാരികളായിട്ടാണ് നാം ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ അനുയായികളായി, അനുകാരികളായി, ക്രിസ്ത്യാനി എന്ന നാമവും വഹിച്ചുകൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഇത് ഒരേ സമയം ഒരു വലിയ ഉത്തരവാദിത്വവും അതേസമയം ഇതൊരു വലിയ ബാധ്യതയുമാണ്. ഇതൊരു വലിയ പദവിയാണെന്ന് യാതൊരു സംശയമില്ല. കാരണം നമ്മളെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ നാമമാണ്. നമ്മൾ അറിയപ്പെടുന്നത് ദൈവത്തിലൂടെയാണ്. ആ വലിയ പദവിയുടെ അനുഭവം. എന്നാൽ അതേസമയം ഇതൊരു വലിയ ബാധ്യതയാണെന്ന് പറയുവാനായിട്ടുള്ള കാരണം, ഏത് പദവിയുടെയും മഹത്വം കുടികൊള്ളുന്നത് ആ പദവി വഹിക്കുന്നവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ നാമം വഹിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി ജീവിക്കുന്നില്ല എങ്കിൽ ആ പദവിയുടെ മഹത്വത്തെ കുറയ്ക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയ ഒരു ബാധ്യത കൂടിയാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു വലിയ ബാധ്യത കൂടി നമുക്കുണ്ട്. രണ്ടാമതായി ഈ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, there are some required actions. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒന്നാമത് പറയുന്നത്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം എന്നാണ്. രണ്ടാമത് പറയുന്നത്, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്നാണ്. മൂന്നാമത് പറയുന്നത്, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം എന്നാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഈ വാക്യത്തിലൂടെ യഹോവയായ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, ഈ ഭാഗത്ത് നിന്ന് there are some expected rewards. ചില പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപം ക്ഷമിക്കും, ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നാം ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങൾ നിർവഹിച്ചാൽ അവിടെ നമ്മുടെ പാപങ്ങൾ സ്വർഗത്തിൽ നിന്ന് ക്ഷമിക്കുകയും നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുകയും ചെയ്യും എന്നാണ് പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രവർത്തികളും അതിന് ലഭിക്കുന്ന വാഗ്ദാനങ്ങളും അത് നമ്മുടെ ജീവിതത്തിന് ഒരു മുൻകുറിയായി നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയും.
നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ 3 കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായി പറയുന്നത് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. താഴ്മ എന്താണെന്നും പ്രാർത്ഥന എന്താണെന്നും നമുക്കറിയാം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്? വിനയം അല്ലെങ്കിൽ താഴ്മ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഹ്യൂമിലിറ്റി എന്നാണ്. ഈ വാക്ക് അതിന്റെ ലാറ്റിൻ ഉൽപ്പത്തിയിലേക്ക് നോക്കുമ്പോൾ ഹ്യൂമൂസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഹ്യൂമിലിയസ് എന്ന വാക്ക് ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഹ്യൂമിലിറ്റി എന്ന വാക്ക് ഉണ്ടാകുന്നത് നമുക്കറിയാം. ഈ ഹ്യൂമസ് എന്ന വാക്കിന്റെ അർത്ഥം മണ്ണ് അല്ലെങ്കിൽ സോയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമസ്, ഹ്യൂമിലിയസ്, ഹ്യൂമിലിറ്റി എന്നുള്ള ആ ഒരു പദത്തിന്റെ ഉൽപ്പത്തി എബ്രായ ഭാഷയിലേക്ക് നോക്കുമ്പോൾ തന്നെയും മനുഷ്യൻ അല്ലെങ്കിൽ ആദാം എന്നുള്ള അദാമേ എന്നുള്ള വാക്കിന്റെ അർത്ഥവും ഇതുതന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഹ്യൂമാനിറ്റിയും ഹ്യൂമിലിറ്റിയും ഒരു പരിധിവരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നത് ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് കൂടുതൽ ശ്രേഷ്ഠതരമായി മാറുവാൻ വേണ്ടിയാണ് എന്നുള്ളത് പ്രാർത്ഥനകളിലൂടെയൊക്കെ നാം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നാം നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു അതിനൊരു ഉപമയിലൂടെയാണ് മറുപടി നൽകുന്നത്. 2 പേർ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. 2 പേരും പ്രാർത്ഥിക്കാനായി പോയത് ഒരേ ദേവാലയത്തിലാണ്. 2 പേരും പ്രാർത്ഥിച്ചത് ഒരേ ദൈവത്തോടാണ്. അവർ നിന്നത് ഒരേ സ്ഥലത്താണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഇവരിൽ നീതീകരിക്കപ്പെട്ടവനായി പുറത്തേക്ക് പോയത് ഒരാൾ മാത്രമാണ്, അത് ചുങ്കക്കാരനാണ് എന്ന് പറയും. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ പ്രാർത്ഥനയെ നാം മനസ്സിലാക്കണം. അവിടെ 2 പേരും പ്രാർത്ഥിക്കുവാനായി ചെന്നു. ആ പരീശൻ തന്നെ തന്നെ നീതീകരിച്ചുകൊണ്ട്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവനാണ്, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടുന്നവനാണ്, ദേവാലയത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞ് സ്വയം നീതീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ചുങ്കക്കാരനാകട്ടെ, അവൻ സ്വയം നീതീകരിക്കുവാനായിട്ടല്ല ശ്രമിച്ചത്, മറിച്ച് ഉയരങ്ങളിലേക്കൊന്ന് നോക്കുവാൻ പോലും തുനിയാതെ, ദൈവമേ ഞാൻ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞ് അവന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പരീശൻ പ്രാർത്ഥിച്ചത് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്നുകൂടി പ്രാർത്ഥിച്ച് സ്വയം നീതീകരിക്കുകയാണ് ചെയ്തത്. സ്വയം നീതീകരിക്കുവാനായിട്ടല്ല, മറിച്ച് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ടും നാം നമ്മുടെ ജീവിതത്തെ വിനയത്തോട് ദൈവത്തോട് ചേർത്ത് വെക്കുവാനായിട്ടും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ അർത്ഥപൂർണമാകുന്നതും നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ടും കഴിയുന്നത്. ഈ പരീശൻ പുറമേയുള്ള കാഴ്ചകളിൽ അഭിരമിച്ചെങ്കിൽ ചുങ്കക്കാരൻ താൻ പുറമേയുള്ള കാഴ്ചകളിലല്ല, മറിച്ച് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് കൂടുതലായും ചിന്തിച്ചത്. കാഴ്ചയെന്നും ഉൾക്കാഴ്ചയെന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാം. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ കാഴ്ചയാണെങ്കിൽ, കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്തോ അതാണ് ഉൾക്കാഴ്ച. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തെയും നമ്മെയും ഒക്കെ കാണുന്നു. എന്നാൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവിടെ കാണുന്ന ആ കൂരിരുട്ടിൽ ഒരു ധ്യാനത്തിന്റെയും മനനത്തിന്റെയും അനുഭവത്തിലൂടെ നാം നമ്മെ തന്നെ ഒന്ന് മാറ്റിവെക്കുകയും അവിടെ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ആ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായി നമ്മുടെ ഭാഗത്തു നിന്ന് ചില ആത്മീകമായ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോൾ കാഴ്ച മാത്രമല്ല, ഉൾക്കാഴ്ചയുടെ അനുഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന് വിനയപ്പെടുവാനും തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് കഴിയുകയുള്ളൂ. ആരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ദൈവം ഉയർത്തിയ ചരിത്രം മാത്രമേ നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് ആദ്യകാലം മുതൽ, പഴയ നിയമകാലം മുതൽ പുതിയ നിയമകാലത്തിലേക്കൊക്കെയും പരിശോധിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടവരെയൊക്കെ ദൈവം ഉയർത്തിയ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിക്കനായ മോശ ഇസ്രായേൽ മക്കളുടെ വിമോചനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ
മോശ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പാടില്ല, ഞാൻ വിക്കനായ മനുഷ്യൻ, വിക്കനായ അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോഴും ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോഴും ദൈവം അവനെ തെരഞ്ഞെടുക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ പാടവുമില്ല എന്ന് പറഞ്ഞ യെരമ്യാ പ്രവാചകനെ യഹോവയായ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ മികച്ച ന്യായാധിപനായ ഗിദയോനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ഗിദയോൻ പറയുന്നത്, എന്റെ കുലം ഈ കുലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ കുലമാണ്, ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ആരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം ദൈവം ഉയർത്തിയ ചരിത്രം മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ പാട്ടുണ്ടല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 52-ാം വാക്യത്തിൽ, അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യും എന്നുള്ള വചനം. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം കൂടുതൽ വിനയപ്പെടുവാനും ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠതയെന്നെണ്ണി നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് കഴിയണം. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്, തങ്ങളെ തന്നെ താഴ്ത്തി ജീവിക്കുക എന്നുള്ളത്, അത് നമ്മെ സംബന്ധിച്ചുള്ള വലിയ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന വലിയ നിയോഗത്തിന്റെ ഒരു വലിയ അർത്ഥതലം കൂടെയാണ് വിനയത്തോടുകൂടി നമ്മളോട് കൂടെയുള്ളവരോട്, നമ്മുടെ മുൻപിൽ വരുന്നവരോട് ഇടപെടുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം, കഴിവുകളില്ലാത്തവനെന്നോ ഭോഷനെന്നോ ഒക്കെ നമ്മളെ വിളിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി നമ്മൾ വിനയത്തോടുകൂടി നമ്മുടെ മുൻപിൽ വരുന്നവരോട് ഇടപെടുവാനും അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും നമുക്ക് കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിന്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് ഇടയായി തീരും. മുതിർന്നവർ പറയുമല്ലോ, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ എന്നുള്ളത്. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാനായി ഇടയായി തീരണം എന്ന് ഓർമ്മിപ്പിക്കും. രണ്ടാമതായി, ദൈവജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ദൈവമുഖം അന്വേഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവനാമം വഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അന്വേഷണങ്ങൾ അത് ജീവിതത്തിന്റെ ഭാഗമാണ്. മനുഷ്യ ചരിത്രത്തിലെല്ലാം മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്നതാണ് കാണുന്നത്. എന്നാൽ തിരുവചനം, വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ ആദാം ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും അവൻ മനുഷ്യരെ അന്വേഷിച്ച് അവരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത് എന്നുള്ളതും നമുക്കറിയാം. ദൈവം മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ചരിത്രം നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന്. നിങ്ങളുടെ അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഈ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിർണയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ചോദ്യം നമ്മളോട് കൂടിയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. നമുക്കും നമ്മുടെ അന്വേഷണങ്ങളൊക്കെയും ശരിയായ ദിശയിലാണോ എന്ന് ഉറപ്പിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും കഴിയണം. അന്വേഷണങ്ങളൊക്കെ ശരിയാകണമെങ്കിൽ നമ്മുടെ നോട്ടവും കാഴ്ചയും ഒക്കെ ശരിയാകണം. കർത്താവിനെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ്. യൂദാസിന്റെ കണ്ണുകൾ ക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ കണ്ടത് 30 വെള്ളിക്കാശിന്റെ തിളക്കമാണ്. എന്നാൽ ദേവാലയത്തിലേക്ക് വന്ന യേശുവിനെ കാണുന്ന ശമവോൻ കണ്ടത് രക്ഷയാണ്. നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അന്വേഷണങ്ങളുടെ ലക്ഷ്യം അത് ശരിയാണെങ്കിൽ നമ്മുടെ കാഴ്ചയും നമ്മുടെ നോട്ടവും ശരിയാകുന്നുവെങ്കിൽ മാത്രമേ ആകുന്നുള്ളൂ എന്ന് ഓർക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെ അന്വേഷണങ്ങൾ ചെന്നു നിൽക്കുന്നതും അല്ലെങ്കിൽ അത് ലക്ഷ്യമാക്കുന്നതും 2 കാര്യങ്ങളാണ്. ഒന്ന്, അധികാരത്തിന് വേണ്ടിയുള്ള അന്വേഷണം. 2,
കേവലമായ ആനന്ദത്തിനു വേണ്ടിയുള്ള അന്വേഷണം. ഈ രണ്ട് കാര്യങ്ങളിൽ മനുഷ്യ ജീവിതം ഇന്ന് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അധികാരം നമുക്ക് എവിടെ ലഭിക്കും എന്നുള്ളത്, അത് ഭവനത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലാണെങ്കിലും എവിടെയാണ് അധികാരം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. അതുപോലെ തന്നെ ഈ ലോകത്തിൽ എങ്ങനെയാണ് ആനന്ദം കണ്ടെത്താൻ, ഏതു വിധേനയും സന്തോഷം കണ്ടെത്തി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിന്റെ ലക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു ദുര്യോഗം തന്നെയാണ്. നമുക്കറിയാം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുമുണ്ട്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനുമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അപ്പോൾ തന്നെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമാകുകയുള്ളൂ. ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരല്പം കാത്തു നിൽക്കുവാൻ നമുക്ക് കഴിയില്ല. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ നമുക്കിന്ന് മനസ്സില്ല. അത് സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ക്രമങ്ങളിലൂടെയൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടതാകെ. പക്ഷേ ഒരു തിരുത്തലിലൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ബദൽ ജീവിത ശൈലി ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്നവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ യഹോവയായ ദൈവം നമ്മോട് പറയുന്നത് അവന്റെ മുഖത്തെ അന്വേഷിക്കണം എന്നുള്ളതാണ്. ദൈവമുഖത്തെ അന്വേഷിക്കുന്നതിനെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ കാര്യം തന്നെ നമ്മോട് പറയുകയാണ്. ഒന്ന് ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പീൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന്. അപ്പോൾ ദൈവമുഖത്തെ അന്വേഷിക്കുവാനായി ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ക്രോഡീകരിച്ചാൽ മതി. നിങ്ങൾ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം ഉയരത്തിലുള്ളതിനെ പറ്റി നാം അന്വേഷിക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ നാം പറയുന്നത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ദൈവമുഖത്തെ അന്വേഷിക്കുവാൻ, ദൈവമുഖത്തെ കണ്ടെത്തുവാൻ ആരാധനയാണ് ഏറ്റവും വലിയ മുഖാന്തരമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പിതാക്കന്മാർ ആ വേദസത്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, വിശുദ്ധ ബലിപീഠത്തിലാണ് നിനക്ക് ദൈവത്തിന്റെ മുഖത്തെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത് എന്ന്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്വർണ്ണനാവകരൻ എന്നറിയപ്പെടുന്ന മാർ ഈവാനിയോസ് സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, കർത്താവിന്റെ ശരീരം ത്രോണോസിലിരിക്കുമ്പോൾ നാം അതിനെ ബഹുമാനിക്കുന്നു, എന്നാൽ അവന്റെ ശരീരമായവർ നശിക്കുമ്പോഴോ നാം നിർവിചാരികളായി ഇരിക്കുന്നു. കർത്താവിന്റെ ശരീരം ത്രോണോസിലിരിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ ഇടപെടുന്ന നാം, അതേ ശരീരത്തിന്റെ അംശികളായ നാം നമ്മുടെ കൂടെയുള്ളവർ വിഷമിക്കുമ്പോൾ നാം നിർവിചാരികളായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ വെല്ലുവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാൻ, കണ്ടെത്തുവാൻ നമുക്കുള്ള മാർഗം വിശുദ്ധ ആരാധനയാണ്. ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധനയായി നമുക്ക് നമ്മുടെ ഇടയിലുള്ളവരെ കാണുവാൻ, നമ്മളോട് കൂടെയുള്ളവരുടെ വേദനകളെ ദർശിക്കുവാനായിട്ട് കഴിയണം. ലിറ്റർജി ബിഫോർ ലിറ്റർജിയും ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജിയെ പറ്റിയൊന്നും ഞാൻ ഈ സമൂഹത്തോട് പറഞ്ഞു തരേണ്ടെന്ന കാര്യമില്ല. ആരാധനയ്ക്ക് മുൻപുള്ള ആരാധനയും ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധനയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ നിർമ്മലീകരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തെ അന്വേഷിക്കുവാൻ നമുക്ക് അതിന് കൂടുതൽ ബലം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു വരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ശിഷ്യത്വമാണ് ദൈവമുഖത്തെ അന്വേഷിക്കുവാൻ നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കേണ്ടത്. ഈ അടുത്തിടെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ശിഷ്യത്വത്തിന്റെ 4 പടികളാണ്. ശിഷ്യത്വത്തിന്റെ 4 പടികൾ എന്ന് പറഞ്ഞ് അവിടെ പറയുന്നത്, 1-ാമത്തെ പടി എന്ന് പറയുന്നത് അന്വേഷണമാണ്. നാം അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ്. 2-ാമത്തെ പടി എന്ന് പറയുന്നത് സഹവാസമാണ്. 3-ാമത്തേത് അനുഭവമാണ്. 4-ാമത്തേത് സാക്ഷ്യം. അന്വേഷണം
ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ പടിയാണ്. നമുക്കറിയാം, സക്കായിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തി പറയുകയാണ്. കർത്താവ് എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ സക്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് വരുവാനും അവന്റെ ഭവനത്തിന് രക്ഷയുണ്ടാകുവാനും അവൻ കർത്താവിന്റെ മുഖത്തെ ദർശിക്കുവാനും കാരണമായത് സക്കായിയുടെ ഉള്ളിലുള്ള ആഗ്രഹമായിരുന്നു. കർത്താവ് എങ്ങനെയുള്ളവനെന്ന് കാണുവാനുള്ള ആഗ്രഹം. ആ അന്വേഷണമാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് സഹവാസമാണ്. അവന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, കർത്താവെ എന്റെ ഭവനത്തിൽ വരണമേ എന്ന് പറഞ്ഞ് സഹവാസത്തിന്റെ പടിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവൻ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൂന്നാമത് അനുഭവമാണ്. കർത്താവിനെ അന്വേഷിച്ച് അവന്റെ കൂടെ സഹവസിച്ച് അവനെ അനുഭവിച്ചറിയുന്ന ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അവൻ കൂടുതൽ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന് അവസാനത്തെ പടിയായ സാക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ ആരിൽ നിന്നെങ്കിലും കൂടുതലായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനിരട്ടിയായി തിരികെ നൽകാം എന്ന് പറയുന്ന സാക്ഷ്യത്തിന്റെ അനുഭവം. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ അന്വേഷണങ്ങളുടെ ലക്ഷ്യം ദൈവത്തിന്റെ മുഖമാകണം. ആ അന്വേഷണം സഹവാസത്തിലേക്കും, സഹവാസം അനുഭവത്തിലേക്കും, അനുഭവം നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ ശിഷ്യത്വത്തിന്റെയും യഥാർത്ഥമായ ദൈവമുഖ അന്വേഷണത്തിന്റെയും അനുഭവ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നാം ഓർക്കുക. ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും നിയോഗവും നാം ഒരിക്കലും വിസ്മരിച്ചു പോകാതിരിക്കുവാനായി നമുക്ക് ശ്രദ്ധിക്കാം. മൂന്നാമത്തേത് നാം കാണുന്നത് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക എന്നുള്ള കൽപ്പനയാണ്. ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ശുദ്ധീകരണമാണ്. നമ്മുടെ വഴികൾ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ, അത് ദുർമാർഗമാണെന്ന് മനസ്സിലാക്കിയാൽ ആ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ് വരിക എന്നുള്ളതാണ്. വിട്ടുതിരിയുക എന്നാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു യു ടേൺ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ആവശ്യമായി വരും. എപ്പോഴാണ് നമ്മുടെ വഴികളൊക്കെ ദുർമാർഗങ്ങളായി മാറുന്നത്? നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മുടെ വഴികളൊക്കെ ദുർമാർഗങ്ങളായി മാറുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നാൽ നമ്മൾ പിശാചിനോട് അടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാത്താനോട് അടുക്കുമ്പോൾ നമ്മുടെ വഴികളൊക്കെ ദുർമാർഗങ്ങളായി മാറും. പിശാചിന്റെ കെണികളിൽ, പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണു പോകാതിരിക്കാൻ ജീവിതത്തിൽ ചില യൂടേണുകളൊക്കെ ആവശ്യമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ നോമ്പുപവാസങ്ങൾ, കുമ്പിടിയിലുകൾ ഒക്കെ നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. ആ ശുദ്ധീകരണമാണ് ദൈവീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കണം. എപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുള്ളത്? എപ്പോഴാണ് ദൈവത്തിന് ഹിതകരമല്ലായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് തിരികെ വരുവാനുള്ള പ്രേരണ കൂടി ഉണ്ടാകണം. ധൂർത്തപുത്രന്റെ ഉപമയിൽ നമുക്ക് കുറേയധികം പാഠങ്ങൾ ലഭിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, അവന് പന്നികൾക്ക് കൊടുക്കുവാനുള്ള, അവർക്ക് കഴിക്കുവാനുള്ള വാൾവരെ പോലും ലഭിക്കാതിരിക്കുമ്പോൾ അവന് സുബോധം ലഭിക്കുകയാണ്. ചില കാര്യങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് അവന് സുബോധം ലഭിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചറിയുവാനായി കഴിയുക. ആ സുബോധം ലഭിക്കുമ്പോഴാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രമാത്രം പ്രൗഢിയോടും സമ്പൽ സമൃദ്ധിയോടുമാണ് താൻ ജീവിച്ചിരുന്നത് എന്ന് താൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, നോമ്പുപവാസങ്ങൾ നമുക്കൊരു തിരിച്ചറിവ് പകരുന്ന കാലമാണ്. നമുക്ക് ചില ഉപവാസ കാലഘട്ടങ്ങളിലൂടെ അത് ഭക്ഷണത്തിൽ നിന്ന് മാത്രമുള്ള ഉപവാസമാണ്. മറിച്ച് നമ്മുടെ ജീവിതത്തെ കീഴടക്കിയിരിക്കുന്ന ആസക്തികളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് നാം ഉപവസിക്കുമ്പോൾ നമുക്ക് ചില സുബോധങ്ങൾ ലഭിക്കും. ആ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കും. ഞാൻ നിങ്ങളും ഈ ലോകത്തിൽ
ക്രിസ്തുവിൻ്റെ നാമം വഹിച്ച് ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ വഴി ഇതല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ പ്രയോജനകരമായി മാറും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമാണ്. ആ ദൈവത്തിൻ്റെ ജനമായ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ സന്ധ്യയിൽ ചിന്തിച്ചത്. അങ്ങനെ നാം ചിന്തിച്ച് ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ദേശത്തിന് സൗഖ്യം, നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ. ഞാനെന്ന വ്യക്തി നന്നാകുമ്പോൾ, ഞാനെന്ന വ്യക്തി മൂലം ദേശത്തിന് സൗഖ്യം ലഭിക്കുകയാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ മാത്രമല്ല, മറിച്ച് നമ്മുടെ ദേശത്തിന്, നാം പ്രവർത്തിക്കുന്ന ഇടത്തിന്, നമ്മുടെ സമൂഹത്തിന് മുഴുവനായി ഒരു വലിയ സൗഖ്യത്തിന്റെ അനുഭവം ലഭിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും